ഇന്ന് നമുക്ക് പാലക്കാട് വരെ ഒന്ന് പോകാം. ഞാനും ഉണ്ണിയും അച്ചുവും ഉണ്ടായിരുന്നു. നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി 10:30ക്കായിരുന്നു ട്രെയിന്. നമ്മുടെ അമൃത എക്സ്പ്രസ്സിനായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. ഒറ്റ മൈൻഡ് യാത്രയായതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. ലോക്കൽ ടിക്കറ്റ് എടുത്താണ് നമ്മൾ പോകുന്നത്. എന്താ ഇപ്പൊ പറയുക, ഇതായിരുന്നു ട്രെയിനിനുള്ളിലെ അവസ്ഥ. തിരുവല്ല ആയപ്പോഴത്തേനും എനിക്ക് സീറ്റ് കിട്ടി, കോട്ടയം ആയപ്പോഴത്തേനും അവർക്കും കിട്ടി. സീറ്റ് കിട്ടിയിട്ട് എന്താ കാര്യം പിള്ളേച്ച, കൊതിയടി കാരണം കണ്ണടയ്ക്കാൻ പറ്റണ്ടേ? കണ്ണടച്ചും കണ്ണു തുറന്നും കണ്ണടച്ചും ഞങ്ങൾ വെളുപ്പിന് 3:30 ആയപ്പോഴത്തേനും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇനിയാണ് കഥയുടെ തുടക്കം. നല്ല ക്ഷീണം കാരണം നേരെ പോയത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് AC വെയിറ്റിംഗ് ഹാളിലേക്ക്. കൊള്ളാം. ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ലോണം ഒന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പുട്ടിയൊക്കെ വെച്ച് നല്ലോണം ഒന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. വിശപ്പിന്റെ വിളി അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഗൈസ്. വിശന്നാൽ ഞാനല്ലാതെ ആകും. അങ്ങനെ നേരെ പോയി കഴിച്ചത് ഇഡ്ഡലി സാമ്പാറും. ഇനിയാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രൻസ്. അവൾ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഗൈസ്. ഫൈനലി ഹിയർ ഈസ് അവർ പത്മിനി ഗേൾ. യെസ് ഗൈസ്, ഉണ്ണിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയർ പത്മിനി തൂക്കണം എന്നുള്ളത്. അതെന്തായാലും നമ്മൾ പാലക്കാട് നിന്ന് തൂക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലേക്കാണ് കേട്ടോ. പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ വണ്ടി ഈ ഒരു പത്മിനി ആയിരുന്നെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാറിൽ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്തിടത്തോളം, വണ്ടി ഓടിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലവ് വിത്ത് യു പത്മിനി. അങ്ങനെ പാലക്കാട് നിന്ന് നമ്മൾ പത്തനംതിട്ടയിലേക്കുള്ള നമ്മുടെ പത്മിനി യാത്ര ഇവിടെ തുടരുകയാണ്. ഇനിയും നമ്മൾക്ക് പത്മിനിയിലൂടെ യാത്ര ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ഗൈസ്.